സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ കൈകൊണ്ട് എതിർക്കാനില്ല, നാവ് കൊണ്ട് എതിർക്കാനില്ല, മനസ്സുകൊണ്ട് എതിർക്കാനുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കടുമടിത്തൂക്കം ഈമാനില്ല. അവന്റെ ഹൃദയത്തിൽ കടുമടിത്തൂക്കം ഈമാനില്ല. പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ? ഖൽബ് നോക്കി പറയാൻ കഴിയുന്ന നബിയാണ് പറയുന്നത്. വഹി കിട്ടാതെ സ്വന്തം പറയുന്ന ആളല്ല, അല്ലാഹു പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ എതിർക്കണ്ട എന്ന് പറയുന്നവന് ഈമാനില്ല. ഇനി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ആദ്യം തന്നെ ചെറുപ്പക്കാരനോട് പറയുന്നു, ജമാഅത്തും മുജാഹിദും സുന്നിയൊന്നും പറയണ്ട, ഞമ്മക്ക് പ്രതിരോധ നിര കെട്ടിപ്പടുക്കണം. അതാ ഞാൻ പറഞ്ഞോലൊക്കെ പത്തായം. ഈമാനില്ലാത്ത പ്രതിരോധമോ ഇസ്ലാമില്ലാത്ത പ്രതിരോധമോ? അങ്ങനെ ഒരു പ്രതിരോധം പടച്ചറപ്പിന്റെ ദീനിന് ഒരിക്കലും ഉണ്ടാകുന്നതല്ല. ഈമാനുണ്ടെങ്കിലോ الذين آمنوا وكانوا يتقون. ഈമാനുണ്ടെങ്കിലോ നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്ത് വന്ന 12 ആള് പീരങ്കി ഉണ്ടാക്കിയിട്ടില്ല, ബോംബുണ്ടാക്കിയിട്ടില്ല, അവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ 12 ആൾക്ക് 10 പള്ളി ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? ഈ രാജ്യത്തുള്ള മറ്റു മതക്കാര് സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? കാരണം എല്ലാവരുടെ മനസ്സും നിയന്ത്രിക്കുന്നത് അള്ളയല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ, ആ 12 ആളെ കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരനുണ്ടോ? ഇല്ല. അവര് സ്ഥാപിച്ച വല്ല പള്ളിയിലും പെണ്ണ് പോയിട്ടുണ്ടോ? ഇല്ല. അവര് സ്ഥാപിച്ച വല്ല പള്ളിയിലും തറാവീഹ് 8 നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഇല്ല. അവര് സ്ഥാപിച്ച വല്ല പള്ളിയിലും ഖുത്ബ മലയാളത്തിലാക്കി ജുമുഅ ബാത്തിലാക്കിയിട്ടുണ്ടോ? ഇല്ല. കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ ഖുത്ബ മലയാളമല്ലേ എന്ന് ചില മൗലവിമാര് പറയാറുണ്ട്. അതൊരു 10-20 കൊല്ലമായി ചില മൗലവിമാർ അവിടെ മലയാളം തുടങ്ങി വെച്ചിരുന്നു. പക്ഷേ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട വേലത്തെ തങ്ങൾ, മഹാനായ കാന്തപുരം ഉസ്താദ്, ഉള്ളാളം നിങ്ങൾ തുടങ്ങിയ ആലിമീങ്ങളുടെ സാദാത്യങ്ങളുടെ പൊരുത്തം ഒന്നുകൊണ്ട് മാത്രം പാവപ്പെട്ട ഞാൻ കൊടുങ്ങല്ലൂര് ചേരമാൻ പള്ളിയിൽ പോയി മർക്കസ് സഖാഫത്തി സുന്നിയിൽ നിന്ന് ഉസ്താദ്മാര് തന്ന ആയുധവും കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്ന ആയുധം പ്രയോഗിച്ചിട്ടുണ്ട്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കൊടുങ്ങല്ലൂര് ജുമാഅത്ത് പള്ളിയിൽ, ചേരമാൻ പള്ളിയിൽ മുമ്പ് കാലത്ത് സഹാബത്ത് നടപ്പാക്കിയ അറബിയിലുള്ള ഖുത്ബ മാത്രമേ പാടുള്ളൂ. ഈ മൗലൈമാർ ഇപ്പൊ തുടങ്ങിയ ഈ തോന്നിവാസം നിർത്തണമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സർവ മൗലൈമാരെയും വല്ല തെളിവുമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. വിളിച്ച് മിമ്പറിലെ ഖുത്ബ അറബിയിൽ മാത്രമായി പ്രഖ്യാപിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മൗലൈമാരെ വിവരമറിയുമോ? നിങ്ങൾ തുടങ്ങി വെച്ച തോന്നിവാസം അവിടെയും നിർത്തിയിട്ടുണ്ട് കേട്ടോ. സാലിഹീങ്ങളെ പള്ളി, സാലിഹീങ്ങളെ വഴിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നവരുടെ ഒരൊറ്റ പള്ളിയിലും ഖുത്ബ മലയാളത്തിലില്ല. അവരെ പള്ളിയിൽ പെണ്ണ് പോകലില്ല. അവരെ പള്ളിയിൽ തറാവീഹ് കെട്ടില്ല. അവരെ പള്ളിയിൽ നിസ്കരിച്ചാൽ ചൂടുള്ള പാറം വന്ന് എഴുന്നേറ്റ് പോകും പോലെ എഴുന്നേറ്റ് പോകലില്ല. അവരെ പള്ളിയിൽ മഅസർ വിളിക്കാത്ത ഖുതുബയില്ല. സഹോദരന്മാരെ, അവരാരും ഇവിടെ തോന്നിവാസം പഠിപ്പിച്ചിട്ടില്ല. അവര് ആ 12 ആള് ഇന്ത്യ രാജ്യത്ത് വന്നത് കാര്യലാഭത്തിനല്ല, കച്ചവടത്തിനല്ല, ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കി രാഷ്ട്രീയ രംഗത്ത് മന്ത്രിമാരാകാനല്ല. അവര് വന്നത് അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനാണ്. ആ വന്ന 12 ആളെ കൂട്ടത്തിൽ കള്ളത്തരീഖത്തുകാരില്ല. നിസ്കാരം വേണ്ട എന്ന് പറയുന്ന തങ്ങന്മാരില്ല. നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും കള്ളത്തരീഖത്ത് മൗലൈമാരില്ല. അവരെ കൂട്ടത്തിൽ അതാ ആലിമീങ്ങളെ കുറ്റം പറയുന്ന ഞാൻ ഊരിശക്കാരനാണെന്ന് പറയുന്നവനില്ല. അവരെ കൂട്ടത്തിൽ തെറ്റായ യാതൊരു സിദ്ധാന്തക്കാരുമില്ല. ആ 12 ആള് ഈമാനോടെ തഖ്വയോടെ ഇന്ത്യ രാജ്യത്ത് വന്ന് ദീനീ പ്രവർത്തനം നടത്തിയപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് മുഴുവനും ബഹുമാനം തന്നെ, ആദരവ് തന്നെ.
ചലിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴോ, അവരാശയം വിട്ടപ്പോഴോ, അവരെയൊക്കെ തള്ളിപ്പറഞ്ഞപ്പോഴോ, അവര് വിവരമില്ലാത്തവരായി പ്രഖ്യാപിച്ചപ്പോഴോ പള്ളികൾ നശിക്കാൻ തുടങ്ങി, പള്ളി പൊളിക്കാൻ തുടങ്ങി, മുസ്ലിമീങ്ങളെ ഇസ്സത്ത് നശിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹുവിന്റെ ദീൻ ഇന്നതാണ്, സത്യം ഇന്നതാണ്, സത്യത്തിലേക്ക് ജനങ്ങൾ നീങ്ങേണ്ടതാണ്, സത്യത്തിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ വന്നപ്പോൾ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ ഞാൻ പറയുമ്പോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ NDF എന്നൊരു സംഘടനയെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോ എനിക്കറിയാം ഒരുപാട് സുന്നിക്കുട്ടികൾ അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും നല്ല ചിന്ത കൊടുക്കുമാറാകട്ടെ. പറയാതെ കുറെ കാലമായി കാത്തു നിൽക്കുന്നു, പറയാതെ തിരിയുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് തിരിയുമോ എന്ന് നോക്കണമല്ലോ. എന്തേ റബ്ബിന്റെ ദീന് നശിക്കുമോ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു പറയുന്നു, റബ്ബാണ് മുഴുവനും നിയന്ത്രിക്കുന്നവൻ, റബ്ബാണ് മുഴുവനും കൊടുക്കുന്നവൻ. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി തന്നെ പറയട്ടെ. സുന്നത്ത് ജമാഅത്തിൽ ആവേശമുള്ള ചെറുപ്പക്കാർ, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ കേരളത്തിൽ വളരുന്നത് കണ്ടപ്പോ അതിന് തടയിടാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരെടുക്കുന്ന കുതന്ത്രങ്ങളുണ്ടല്ലോ, അത് മുഴുവനും ഈ ഭൂമി ലോകത്ത് നമുക്ക് വ്യക്തമായി പറയാതെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറയുന്നു, ചെറുപ്പക്കാരാ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ എതിർക്കണ്ട എന്ന് പറഞ്ഞൊരു കക്ഷി ലോകത്താര് വന്നാലും അത് റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തകന്മാരല്ല, അത് റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനവുമല്ല. റസൂലുള്ള പറയുന്നത് വലൈസ ബറാഅദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൈകൊണ്ട് എതിർക്കാത്തവർ, അതേ നാവ് കൊണ്ട് എതിർക്കാത്തവർ, മനസ്സുകൊണ്ട് എതിർക്കാത്തവർ, അവരെ ഖൽബിൽ ഈമാനിൽ നിന്ന് കടുമണി തൂക്കമില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന് തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് അതിന്റെ വിരോധികളെ എതിർത്തുകൊണ്ടുള്ള ദീനീ പ്രവർത്തനമുണ്ടോ? അത് മാത്രമേ ദീനീ പ്രവർത്തനമുള്ളൂ, അല്ലാത്തത് ദീനല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വരൂ. കുറ്റ്യാടിയിൽ അല്ലാഹുവിന്റെ പള്ളി കുറ്റ്യാടിയിൽ ജമാഅത്തുകാരൻ 1950 പിടിച്ചെടുത്തില്ലേ? പരസ്യമായി പിടിച്ചെടുത്തില്ലേ? 64 അവിടെയുള്ള മഖ്ബറ ജമാഅത്തുകാരൻ പൊളിച്ചില്ലേ? സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ആ 64 മഖ്ബറ പൊളിച്ച വിവരം സുന്നികൾ അറിഞ്ഞിരുന്നോ? ഇല്ല. കാരണം അന്ന് സിറാജ് ദിനപത്രമില്ല, അന്ന് സുന്നി വോയിസിന് ലക്കങ്ങളില്ല, അന്നിവിടെ SSFന്റെ സംഘടനയില്ല, അന്നിവിടെ സുന്നി യുവജന സംഘത്തിന് ഇതുപോലെ ശക്തിയില്ല, അന്നിവിടെ മർക്കസ് സ്ഥാപിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മഖ്ബറ പച്ചാപ്പകലിലങ്ങ് പൊളിച്ചെടുത്തപ്പോൾ ചോദ്യം ചെയ്യാനൊരു സുന്നി ഉണ്ടായില്ലല്ലോ. ഇപ്പോഴോ തലശ്ശേരി സ്റ്റേഡിയം പള്ളിന്റെ മുമ്പിലുണ്ട് കുറച്ച് മഖ്ബറ, കുറച്ച് ഉയരമുള്ള മഖ്ബറ. ആ മഖ്ബറ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പൊളിച്ചു കഴിഞ്ഞപ്പോ തലശ്ശേരിയിലുള്ള SSFന്റെ പ്രവർത്തകന്മാർ ചെന്നിട്ട് പറഞ്ഞു ജമാഅത്തുകാരോട്, മഖ്ബറ രണ്ടാമത് കെട്ടുന്നോ ഇല്ലെങ്കിൽ നിങ്ങളെ ശൈത്താനെ കൊണ്ട് കെട്ടിക്കും, നിങ്ങളെ മേലെ ശൈത്താനെ കൊണ്ട് കെട്ടിക്കും, നിങ്ങൾ മടക്കി നിങ്ങൾ തന്നെ കെട്ടുന്നു. ജമാഅത്തുകാർ പറഞ്ഞു ഉടനെ തന്നെ കെട്ടിത്തരാം. രണ്ടാമത് മഖ്ബറ കെട്ടിച്ചു. ചെറുപ്പക്കാര് ചിന്തിക്കണം. അങ്ങനെ കെട്ടിച്ചപ്പോ ജമാഅത്തുകാര് തീരുമാനം മാറ്റി. 1979 അച്ചടിച്ച പുസ്തകം എന്റെ കയ്യിലുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം. അതിൽ മൗദൂദി പറയുന്നുണ്ട്, ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കൊടി പിടിച്ചാൽ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലാണെന്ന് പറയുന്നുണ്ട്. ജനാധിപത്യ രാഷ്ട്രത്തിന് വോട്ട് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പറയുന്നുണ്ട്. ജനാധിപത്യ രാഷ്ട്രത്തിന് വല്ലതിലും പങ്കുചേർന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തായാലും ജനാധിപത്യത്തിനെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ എതിർത്തിട്ടില്ലെങ്കിൽ, ജനാധിപത്യത്തിനെതിരെ ജിഹാദ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈമാനില്ലെന്ന് മൗദൂദി പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം 1979 അച്ചടിച്ചതാണത്. എന്നാൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണത്തിൽ കയറാൻ കഴിയാതെ മഖ്ബറ പൊളിക്കാൻ കഴിയില്ലെന്ന് ജമാഅത്തുകാരന് തോന്നി. അപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇന്ദിരാഗാന്ധി പിടിച്ച് ജയിലിട്ട് വെറുതല്ലോ, ഇതൊക്കെ തോന്നിയാ ചെയ്തിട്ടല്ലേ. അങ്ങനെ 1983 പ്രബോധനം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ എപ്പോഴും കെട്ടുമെടുത്ത് കാരണം ചിഹ്നം കെട്ടെടുക്കാഞ്ഞിട്ടാ.
983 ഫെബ്രുവരി പ്രബോധനത്തിൽ ഒരു ലേഖനം എന്താ പറയുന്നത് അറിയോ? കെട്ടിപ്പൊക്കിയ ഖബറുകൾ നിരപ്പാക്കാനും വേണമല്ലോ അധികാര ശക്തി. അതില്ലാതെ നിരപ്പാക്കാൻ ചെന്നാൽ സ്വയം ഖബറിനുള്ളിൽ പോവേണ്ട ഗതികേടുണ്ടാവും. പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ എഴുതിയതാണ്, എന്റെ വകയിൽ പറഞ്ഞതല്ല. നിങ്ങൾ ചിന്തിക്കണം, കുറ്റ്യാടിയിൽ 64-ൽ ഖബർ പൊളിക്കുമ്പോൾ, 64-ൽ മഖ്ബറ പൊളിക്കുമ്പോ ജമാഅത്തുകാരന് ഭരണം വേണ്ട. കാരണം അന്നിവിടെ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനയ്ക്ക് ശക്തിയില്ല. അതേ സമയത്ത് തലശ്ശേരിയിലെ മഖ്ബറ പൊളിച്ചപ്പോ, രണ്ടാമത് SSFന്റെ ചുണക്കുട്ടികൾ കെട്ടിച്ചപ്പോ 83-ലാണ് ജമാഅത്തുകാരന് വഹ്യ്. എന്തേ? ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വയം ഖബറിനുള്ളിൽ പോണ്ടി വരും ഖബർ പൊളിക്കുമ്പോ. അതുകൊണ്ട് ഭരണത്തിൽ കയറണമെന്നാണ് ചിന്ത. നേരത്തെ കുഫ്റായ രാഷ്ട്രീയം പിന്നീട് അതാ തഖ്വയായി മാറുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടില്ലേ, വോട്ട് ചെയ്യൽ ഹറാമും പോയി, ശിർക്കും പോയി, കറാത്തും പോയി എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിന് ചെയ്താല് അത് അഫ്ദലാണ് എന്നാ പറഞ്ഞത്. ആ നിലക്ക് മാറ്റിയത് എന്തിനാണ്? മാറ്റിയതിന്റെ കാരണം എന്താണ്? സുന്നികളെ മഖ്ബറ പൊളിക്കാൻ ഭരണത്തിൽ കയറണം, സുന്നികളെ പള്ളി പൊളിക്കാൻ മഖ്ബർ ഇവിടെ ഭരണത്തിൽ കയറണം. അതിന് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാർക്ക് സുന്നി ചെറുപ്പക്കാരെ പിന്തുണ കിട്ടണം. SSFിന് ചെറുപ്പക്കാര് പോകരുത്, SYSന് യുവാക്കൾ വളരരുത്. അതിനൊരു പുതിയ പദ്ധതി. ബാബരി മസ്ജിദ് പൊളിച്ചു പോയില്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? നമുക്കിനി മുജാഹിദും ജമാഅത്തും സുന്നിയും പറയാത്ത സംഘടന, സുന്നി ചെറുപ്പക്കാരെ തട്ടിയെടുത്ത് സുന്നത്ത് ജമാഅത്തിൽ ആവേശമുള്ള ചെറുപ്പക്കാര് വളരുന്നതിന് തടയിടാനെടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പദ്ധതിയിൽ സുന്നി ചെറുപ്പക്കാരെ നിങ്ങൾ പോയി പെട്ടിട്ട് ആഖിറം നഷ്ടപ്പെടുത്തണ്ട. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ വ്യക്തമായി പറയുന്നു, അള്ളാഹുവിന്റെ ദീന് സുന്നത്തി ജമാഅത്താണ്, അല്ലാത്തത് റബ്ബിന്റെ ദീനല്ല. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോ കിട്ടിയൊരു ലഘുലേഖ, അതിലും പറയുന്നത് എന്താണ്? തുടക്കം തന്നെ കടുത്ത ശിർക്ക്, അതിൽ പഠിപ്പിക്കുന്നത് ശിർക്ക്. ഇവിടെയുള്ള എല്ലാ പുത്തൻവാദികളും പഠിപ്പിക്കുന്നത് ശിർക്ക്. ഞാൻ പറയുന്ന അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ഈമാനും തഖ്വയും ഉണ്ടെങ്കിലേ റബ്ബിന്റെ രക്ഷയുള്ളൂ. ഈ ഈമാൻ എന്നതുണ്ടാകണമെങ്കിൽ സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കണം, ഇല്ലെങ്കിൽ ഈമാനില്ല. ഇതൊക്കെ ഈ ലഘുരേഖയിൽ തന്നെ പറയുന്നത് എന്ത്? മരിച്ചുപോയ പുണ്യവാളന്മാർ, ഔലിയ, തങ്ങൾ, ബീവി, സിദ്ധൻ, സ്വാമി, ഇവരോടൊക്കെയാണ് നാം അഭൗതിക സഹായം തേടുന്നതെങ്കിലോ പരിപാടി എങ്ങനെയുണ്ട്? എല്ലാറ്റിനെയും കൂട്ടായിട്ടങ്ങ് കലർത്തി അതാ റസൂലുള്ളാഹിന്റെ ദജ്ജാലുനാൻ സത്യവസത്യം കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്നു. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളല്ല, സിദ്ധൻ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളല്ല. അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് സിദ്ധന്മാർ എന്ന് പറയാനും പാടില്ല. സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ, സിദ്ധന്മാർ എന്നതൊരു ശബ്ദധാരാവിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥം ദേവന്മാരുടെ യോനിയിൽ ജനിച്ചവന്ന. അങ്ങനെയൊന്നും അമ്പിയാക്കൾ ഔലിയാക്കളെ പറ്റി പറയരുത്, സിദ്ധൻ എന്ന് പറയരുത്. ഞാനതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. വേണമെങ്കിൽ സിദ്ധന്മാരും ചിന്നുകളും എന്ന വിഷയം ഒരു 6 മണിക്കൂർ അത് തന്നെ പ്രസംഗിച്ച കേസിട്ടുണ്ട്, വേണമെങ്കിൽ കേൾക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, സിദ്ധന്മാരെന്ന ഔലിയാക്കളെ കുറിച്ച് പറയരുത്, സ്വാമികളെന്ന ഔലിയാക്കളെ കുറിച്ച് പറയരുത്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരിൽ നിന്ന് അഭൗതിക സഹായം തേടിയാലോ, അഭൗതിക സഹായം തേടിയാൽ ശിർക്കായി പോകും. എന്താ ഇതിന്റെ കാരണോ? ഇതിന്റെ കാരണം എന്താ? ഇയ്യാക നസ്തഈൻ എന്ന വാചകത്തിന്റെ അർത്ഥം ഇന്ന് വരെ ഈ കമ്പനി പഠിച്ചിട്ടില്ല. ഇയ്യാക നസ്തഈൻ എന്നതിന് പഠിപ്പിച്ച അർത്ഥം എന്താ? അഭൗതികമായ സഹായം പടച്ചവനെ നിന്നോട് മാത്രം തേടുന്നു. അങ്ങനെ ലോകത്തൊരൊറ്റ മുഫസ്സിറായത്തിനർത്ഥം പറഞ്ഞിട്ടില്ല. എന്റെ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യാഖ്യാതാവ് വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് അഭൗതികമായ രംഗത്ത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നൊരർത്ഥം വല്ലാഹി പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? സർവ മുഫസ്സിരീകളും ഈ ആയത്തിന് പറഞ്ഞ അർത്ഥം വഇയ്യാക നസ്തഈൻ ഫീ ജമീഉൽ മതാലിബ് ഫീ കുല്ലിൽ മതാലിബ്, എല്ലാ വിഷയത്തിലും ഭൗതികം അഭൗതികമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാ വിഷയത്തിലും പടച്ചവനെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഭൗതിക സഹായവും നിന്നിൽ നിന്നാണ്, അഭൗതിക സഹായവും നിന്നിൽ നിന്നാണ്, നീ അല്ലാത്ത സഹായില്ല. പിന്നെന്തിനാണ് ഓപ്പറേറ്ററോട് മൈക്ക് കുറച്ച് പൊക്കി തരണമെന്ന് പറഞ്ഞത്? അള്ളാനോട് പറഞ്ഞാ പോരെ.
എടോ, അല്ലാഹു തആല അവന്റെ സഹായം കൊടുക്കാൻ കാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ നിശ്ചയിക്കുന്ന കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് അത് അവനാണ് സഹായിക്കുന്നവനെന്ന വിശ്വാസത്തിനെതിരല്ല. നീ ചിന്തിച്ചു വെച്ചോ, മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലുണ്ടൊരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് ഒരുപാട് ആൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്. അയാളെ സമീപിക്കുന്നത് ഇയ്യാക നസ്തഈൻ എന്നതിനെതിരല്ല. ഇനി നീ പഠിച്ചു വെച്ചോ, മറതിയുണ്ടായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങളോട് അഭൗതികമായ നിലക്ക് സഹായിക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ തുണിയെടുത്ത് നിലത്ത് വിരിച്ചോ. ആ തുണിയിലേക്ക് റസൂലുള്ള കൈ ഇങ്ങനെ കൂട്ടിയിട്ട് എന്തോ വാരിയിടുന്നത് പോലെ ചെയ്തു. കാഴ്ചക്കൊന്നും കാണുന്നില്ല. ആ പണിയങ്ങ് ചെയ്തിട്ട് ആ തുണിയെടുത്ത് നെഞ്ചിലേക്ക് കൂട്ടിവെക്കാൻ പറഞ്ഞു. ഭൗതിക ചികിത്സയല്ല, അഭൗതിക ചികിത്സയാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞതുപോലെ നെഞ്ഞിലേക്ക് കൂട്ടിവെച്ചപ്പോ അബൂ ഹുറൈറ തങ്ങളെ മറതി പമ്പ കടന്നുപോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ? അഭൗതികമായ സഹായം. വെള്ളമില്ലാതെ ദാഹിച്ച് വിശന്ന ഹുദൈബിയയിലെ സഹാബത്ത് ഫജഹിസന്നാസു നഹവ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളമില്ലാതായപ്പോ നബിയോട് വന്ന് അഭൗതികമായ നിലക്ക് സഹായം കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ സഹാബത്ത് തേടിയില്ലേ? ആ തേട്ടത്തിന് റസൂലുള്ള ഉത്തരം ചെയ്തില്ലേ? വെള്ളം കൊടുത്തില്ലേ? എങ്ങനെ കൊടുത്തു? ഭൗതികമായ നിലക്കല്ല, പിന്നെയോ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. കണ്ടില്ലേ നീ? ഇസ്തകാ ഇലൈഹിന്നാസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. സഹാബത്ത് നബിയോട് വെള്ളമില്ലാത്ത സമയത്ത് വന്ന് സങ്കടത്തോടെ തേടി, സങ്കടത്തോടെ അഭയം തേടി, സങ്കടം പറഞ്ഞു, അപേക്ഷ സമർപ്പിച്ചു. റസൂലുള്ള അഭൗതികമായ നിലക്ക് സഹായം കൊടുത്തു. പക്ഷേ സർവ്വസഹായം അല്ലാഹു കൊടുക്കുന്ന കഴിവുകൊണ്ടാണ്, റബ്ബ് കൊടുത്തതാണ്. അത് ഡോക്ടറുടെ സഹായവും അങ്ങനെയാണ്. അതുപോലെ ഭൗതിക സഹായം അഭൗതിക സഹായം എന്ന വ്യത്യാസമില്ലാതെ എല്ലാ സഹായത്തിന്റെയും ഉടമ റബ്ബാണെന്ന് സുന്നികൾ വിശ്വസിക്കുമ്പോ ഭൗതിക സഹായം മനുഷ്യനാണ് കൊടുക്കുന്നതെന്നും അഭൗതിക സഹായം മാത്രമാണ് റബ്ബ് കൊടുക്കുന്നതെന്നും വിശ്വസിക്കുന്ന മുശ്രിക്കിന്റെ വിശ്വാസമില്ലേ? അത് തൗഹീദാക്കി പഠിപ്പിക്കുന്ന മുനാഫിഖീങ്ങളില്ലേ? എടോ, പഠിച്ചു വെച്ചോ, ഭൗതിക സഹായവും അഭൗതിക സഹായവും രണ്ടും റബ്ബിൽ നിന്നാണ്. ഭൗതികമായ സഹായം ജനങ്ങളിൽ നിന്ന്, അഭൗതിക സഹായം അല്ലാഹുവിൽ നിന്ന് എന്ന വിശ്വാസം ശിർക്കാണ്. അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കലാണ്. ആ വിശ്വാസത്തിലേക്കാണ് സർവ്വ മൗലവിമാരും മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ടുവന്നത്, ശിർക്കിലേക്കാണ്. മുസ്ലിമീങ്ങളെ വിശ്വാസം ഏത് സഹായം അല്ലാഹുവിൽ നിന്ന്. അല്ലാഹു സഹായത്തിന് കാരണക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഭൗതിക കാരണമുണ്ട്, അഭൗതിക കാരണമുണ്ട്. മരുന്ന് ഭൗതിക കാരണമാണ്. ഖുർആനോദി മന്ത്രിക്കൽ അഭൗതിക കാരണമാണ്. ബുഖാരിയിലില്ലേ? ഫാത്തിഹോദി മന്ത്രിച്ച് വിഷമർക്കിയത് ബുഖാരിയിലില്ലേ? ഖുർആനോദി മന്ത്രിച്ചിട്ട് ശൈത്താൻ ഇറക്കിയത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിലില്ലേ? അടിച്ചിട്ട് ശൈത്താൻ ഇറക്കിയത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിലില്ലേ? എന്തിനധികം പറയണം, മഹാന്മാരെ പേര് പറഞ്ഞ് ശൈത്താൻ ഇറക്കിയത് അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിലില്ലേ? എന്ന് പറയാൻ ഇപ്പോൾ അവസരം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ, യാത്ര ചെയ്യുമ്പോ വഴിക്ക് വെച്ച് കണ്ടു ഒരു പെണ്ണ്. നബിയെ, എന്റെ കുട്ടിക്ക് സുഖമില്ല, തീരെ സുഖമില്ല, ഇടക്കിടക്ക് ബോധം കെട്ടി വീഴുന്നു. നബിയെ, മാനസികമായി മാനസിക രോഗിയുടെ കളി കളിക്കുന്നു. നബിയെ, പരിഹാരം വേണം. നബി തങ്ങൾ എങ്ങനെയാണ് പരിഹാരം കണ്ടത്? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഒന്നുമില്ല, മന്ത്രിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല. എന്താണ് പരിഹാരം? പെണ്ണെ, ആ കുട്ടീനെ കൊണ്ട് കൊണ്ട, കുട്ടീനെ വാങ്ങി, കുട്ടീനെ വാങ്ങിച്ചു അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ചികിത്സ. അല്ലാഹുവിന്റെ ശത്രുവായ ശൈത്താനെ ഇറങ്ങിപ്പോടാ, ഈ കുട്ടിന്റെ ശരീരത്തിൽ നിന്ന് ശൈത്താനെ ഇറങ്ങിപ്പോടാ. ഞാൻ റസൂലുള്ളാഹിയാണടാ, ഇറങ്ങിപ്പോയിക്കോ. ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. മഹാന്മാരെ പേര് പറഞ്ഞാൽ തന്നെ ശൈത്താനെ പേടിയാ. അതുകൊണ്ടാണ് ഖുതുബിയ്യത്ത് ഓതുമ്പോൾ മൗലവിമാരെ കൂടുന്നത്. മഹാന്മാരെ പേര് കേട്ടാണ് ശൈത്താൻ പേടിച്ചു. അതല്ലേ പടച്ചവന്റെ ശത്രുവായ ശൈത്താനെ ഇറങ്ങിപ്പോടാ. അന റസൂലുള്ളാഹ്, ഞാൻ റസൂലുള്ളാഹിയാണടാ.
പറഞ്ഞു തീരുമ്പോഴേക്ക് ആ കുട്ടിയുടെ ശൈത്താൻ ഇറങ്ങിപ്പോയി. അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം 3 സനദോടെ റിപ്പോർട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ യാത്ര തുടർന്ന് കുട്ടിയെ തിരിച്ചു കൊടുത്തു. യാത്ര തുടർന്നു. മടങ്ങി വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നത് എന്താണ്? ഈ പെണ്ണ് വഴിക്ക് കാത്തു നിൽക്കുന്നു, കുട്ടിനെയും എടുത്ത് കാത്തു നിൽക്കുന്നു. നബിയേ, തങ്ങളെ ചികിത്സ നടന്നപ്പോൾ, തങ്ങളത് പറഞ്ഞ് ശൈത്താനെ ഇറക്കിയപ്പോൾ പിന്നെ ഒരു ശൈത്താനും ഈ കുട്ടിക്ക് പിന്നെ ഒരു രോഗവുമില്ല. നബിയേ, ഒരപേക്ഷയുണ്ട്. എന്താണ് അപേക്ഷ? ഞാൻ 2 ആട്ടിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്, 1 കുപ്പി നെയ്യുമുണ്ട്. നബിയേ, എന്റെ വകയിൽ ഹദിയയായി ഈ 2 ആട്ടിനെയും ഈ 1 കുപ്പി നെയ്യും തങ്ങൾ സ്വീകരിക്കണം. നബിയേ, അഭൗതികമായ നിലക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാലും തട്ടിപ്പാണല്ലടാ, വെട്ടിപ്പാണല്ലടാ. നിനക്ക് ആരാണടാ ദീന് പഠിപ്പിച്ചു തന്നത്? നിനക്കൊന്ന് നോക്കിക്കൂടെ? ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിക്കൂടെ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എന്തേ അല്ലാഹുവിന്റെ റസൂലിന് ഈ പെണ്ണ് ഹദിയ കൊണ്ടുവന്നിരിക്കുന്ന ശൈത്താനിറക്കിയ വകയിൽ 2 ആട്ടിനെയും 1 കുപ്പി നെയ്യുമാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നബിയേ, ഹദിയ കബൂൽ ചെയ്യണം. നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി സഹാബത്തിനെ വിളിച്ച് പറയുന്നു, ആ പെണ്ണ് പൊരുത്തത്തോടെ സന്തോഷത്തോടെ തന്ന ഹദിയല്ലേ, അതിൽ നിന്ന് 1 ആട്ടിനെ നിങ്ങളങ്ങ് തെളിച്ചോ, 1നെ മടക്കി കൊടുത്തേ. ഹദിയ തന്നത് പൂർണ്ണമായി തിരിച്ചു കൊടുത്ത പെണ്ണിന് വേദന വേണ്ട. 1 റസൂലുള്ള സ്വീകരിക്കുന്നു, 1 മടക്കി കൊടുക്കുന്നു. അഭൗതികമായ നിലക്ക് റസൂലുള്ളാന്റെ പേര് പറഞ്ഞിട്ട് ശൈത്താൻ ഇറക്കിയില്ലേ, ആ നിലക്ക് ഇറക്കുമെന്ന വിശ്വാസത്തോട് നബിയുടെ മുമ്പിൽ സഹാബത്ത് കുട്ടിയെ കൊണ്ടുവന്നില്ലേ, എന്നിട്ട് അതിന്റെ വകയിൽ റസൂലുള്ളാക്ക് ഹദിയയും കൊടുത്തില്ലേ, ആ ഹദിയ റസൂലുള്ള കബൂൽ ചെയ്തില്ലേ. ആയിഷ ബീവി നൂല് വന്തിരിച്ച് കെട്ടിയില്ലേ. ഇബ്നു അബീ ശൈബ, ഇമാം ബുഖാരിയുടെ ഗുരുവര്യരായ ഇബ്നു അബീ ശൈബ അത് റിപ്പോർട്ട് ചെയ്തില്ലേ. ഇബ്നു അബ്ബാസ് ഉറുക്ക് കെട്ടിയിട്ട് അതാ കയ്യിന്റെ തോളിന്റെ മേൽ, സഹോദരന്മാരെ, ഗർഭിണിയായി പ്രസവ വേദന വന്ന പെണ്ണിന് കയ്യിന്റെ തോളിന്റെ മേൽ എഴുതി കെട്ടിക്കൊടുക്കാൻ നിർദ്ദേശം നൽകിയില്ലേ. ഇബ്നു തൈമിയ്യ തന്നെ അത് വിവരിച്ചില്ലേ. ഞാൻ ചുരുക്കി പറയട്ടെ, അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ ഓതി മന്ത്രിച്ചത് ഹദീസിലില്ലേ. പോരാ, റസൂലുള്ള ഉമിനീരും കൂട്ടിയിട്ട് മണ്ണും കൂട്ടി മന്ത്രിച്ചതില്ലേ. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഇവിടെ മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ കടലാസിൽ എഴുതിയിട്ട് കുട്ടികളെ കഴുത്തിൽ കെട്ടിക്കൊടുത്തില്ലേ. സഹാബത്ത് ഉറുക്ക് കെട്ടിയില്ലേ. അല്ലാഹുവിന്റെ റസൂല് മന്ത്രിച്ചില്ലേ, മന്ത്രിക്കാൻ കൽപ്പിച്ചില്ലേ, സഹാബത്ത് മന്ത്രിച്ചില്ലേ. ഇങ്ങനെയുള്ള സർവകാര്യങ്ങളും വെട്ടിപ്പും തട്ടിപ്പും പൗരോഹിത്യവുമാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ പുരോഹിതനാക്കുന്നവർ, സഹാബത്തിനെ പുരോഹിതരാക്കുന്നവർ, അവരെ വെട്ടിപ്പും തട്ടിപ്പുകാരുമാക്കുന്നവർ ഈമാനോടെ മരിക്കുമോ മോമിനീങ്ങളെ? ഈമാനില്ലാത്ത വിഭാഗം, ആ ഈമാനില്ലാത്ത വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു ദീനീ പ്രവർത്തനമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉണർത്തുന്നു, എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ പെട്ടുപോകണ്ട. അല്ലാഹുവിന്റെ സഹായമുണ്ട്. ആ സഹായം എങ്ങ് കിട്ടിയാലോ, അള്ളാന്റെ സഹായം കിട്ടിയാലോ, സർവ്വ ജിന്നുകളും നമ്മുടെ കീഴിലാണ്, സർവ്വ മനുഷ്യരും നമ്മുടെ കീഴിലാണ്, സർവ്വ സൃഷ്ടികളും നമ്മുടെ കീഴിലാണ്. അതിന് റബ്ബിന്റെ സഹായം വേണം. നിങ്ങളൊന്ന് ചിന്തിക്കൂ. എന്തേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാടല്ലേ മക്ക, അവിടെയുള്ള ഏറ്റവും വലിയ ബഹുമാനമുള്ള വീടല്ലേ കഅബ. ആ കഅബ ശരീഫ് പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കക്ഷികളും വന്നപ്പോ അതാ അബ്ദുൽ മുത്തലിബ് ചെയ്ത പണി എന്താണ്? അബ്ദുൽ മുത്തലിബ് ചെയ്ത പണി എന്താണ്? ആക്ഷൻ കമ്മിറ്റിന്റെ മേൽ തവക്കുലാക്കിയിട്ടില്ല, തീപ്പൊരി പ്രാസംഗികന്മാരെ മേൽ തവക്കുലാക്കിയിട്ടില്ല. അബ്ദുൽ മുത്തലിബ് ചെയ്ത പണി എന്താണ്? കഅബ രക്ഷിക്കാൻ അല്ലാഹ്ക്കേ കഴിയൂ. അല്ലാഹനെ വിളിച്ചു പറഞ്ഞു, നിന്റെ പള്ളി നീ നോക്കിക്കോ, നിന്നെ ഏൽപ്പിച്ചു പഠിച്ചവനെ, നിന്നെ ഏൽപ്പിച്ചു. അല്ലാഹന്റെ കഅബ അല്ലാഹ് രക്ഷിച്ചു.
അവർ ഈ മസ്ജിദ് പൊളിക്കാൻ വേണ്ടി വരും. മാപ്പിളമാര് മുസ്ലിമീങ്ങൾ തവക്കുലാക്കി ആരെ പേരില്? ആക്ഷൻ കമ്മിറ്റിന്റെ മേല് തവക്കുലാക്കി ഒരു കൂട്ടര്, തീപ്പൊരി പ്രാസംഗികന്മാരെ മേല് തവക്കുലാക്കി വേറൊരു കൂട്ടരോ ഭീകരത വളർത്തുന്നവരെ മേല് തവക്കുലാക്കി വേറൊരു കൂട്ടരോ രാഷ്ട്രീയ പാർട്ടിന്റെ മേല് തവക്കുലാക്കി വേറൊരു കൂട്ടരോ കഥാ എംപിമാര്, മന്ത്രിമാര്, കോടതി തുടങ്ങിയതിന്റെ മേല് തവക്കുലാക്കി. അള്ളാന്റെ മേല് തവക്കുലാക്കി ഇവൻ ആരടോ? അള്ളാന്റെ മേല് തവക്കുലാക്കിയാലോ പടച്ച റബ്ബെല്ലാം രക്ഷിക്കാൻ കഴിവുള്ളവർ. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഇപ്പൊ ഒരു ചിന്ത വന്നിരിക്കുന്നു, ഈമാനും തഖ്വയും കൊണ്ട് രക്ഷയില്ല. വാളെടുത്തിട്ട് കുന്തമുണ്ടാക്കിയിട്ട് ജമാഅത്തിനെ എതിർക്കാതെ, മുജാഹിദിനെ എതിർക്കാതെ നമ്മൾ കൂട്ടായി. അങ്ങനൊരു കൂട്ടായിക്ക് അള്ളാന്റെ സഹായമില്ലടോ. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണോ റബ്ബിന്റെ സഹായമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ലോകത്ത് തീയെ പേടിക്കാതെ അബൂ മുസ്ലിമുൽ ഖൗലാനി തീയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? വെള്ളത്തിൽ നിന്ന് ഇബ്നു അലാഇൽ ഹദ്റമി രക്ഷപ്പെട്ടില്ലേ? സിംഹങ്ങളെ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടില്ലേ? പോകട്ടെ സഹോദരന്മാരെ, ഇമാം ഗസാലി തങ്ങൾക്ക് ജിന്നുകൾ ഖിദ്മത്തെടുത്തില്ലേ? ഇമാമുൽ ഹറമൈനി തങ്ങൾക്ക് ഖിദ്മത്തെടുത്തില്ലേ? നിങ്ങൾ എന്തേ ചിന്തിച്ചത്? ലോകത്ത് റബ്ബിന്റെ ജുനൂദു സമാവാതി വൽ അർള് അറിയാമോ? ആകാശഭൂമികളിൽ അല്ലാഹുവിന് ഒരുപാട് സൈന്യങ്ങളുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, സാലിഹീങ്ങളുണ്ട്, മഹാത്മാക്കൾ, അർവാഹകളുണ്ട്. അതിന്റെ സഹായം കിട്ടണോ? ബദരീങ്ങൾ സഹായിക്കുമടോ, ഉഹദീങ്ങൾ സഹായിക്കുമടോ, എല്ലാ മഹാന്മാരും സഹായിക്കും. സുന്നിയാണോ നീ? എന്നാ നീ സുന്നിയിൽ ഉറച്ചു നിന്നോ. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം? അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. കലിമാത്തുല്ലാഹി തആമ്മാതി എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളല്ലേ? മഹാത്മാക്കൾ കാവൽ നൽകുമെന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്? ആത്മാക്കളെ കാവലുണ്ട്, ആത്മാക്കളെ സഹായമുണ്ട്, അഭൗതികമായ സഹായമുണ്ട്. പക്ഷെ ആ അഭൗതികമായ സഹായം കിട്ടണമെങ്കിൽ അവരെ പാർട്ടിക്കാരനാകണം. മഹാന്മാരൊരിക്കലും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സ്നേഹിക്കുന്നവന്റെ പാർട്ടിക്കാരല്ല. ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, മുസ്ലിമീകൾ ചിന്തിക്കൂ, ആത്മാക്കളെ സഹായം. ഇപ്പം മാധ്യമം പത്രം തോന്നിവാസം എഴുതുന്ന കാലമല്ലേ, പ്രബോധനം തോന്നിവാസം എഴുതുന്ന കാലമല്ലേ. അതുകൊണ്ട് ചിന്തിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ. കണ്ടോ നിങ്ങൾ, ഇമാം ഖൈറുവാനി അവിടുത്തെ കിതാബുൽ ബുസ്താനിൽ രേഖപ്പെടുത്തി വെച്ചില്ലേ? ആരാണ് പറയുന്നത്? ഇമാം ഖൈറുവാനി. എന്തേ അദ്ദേഹം പറയുന്നു, എനിക്കൊരു അയൽവാസി. ആ അയൽവാസിയുടെ സ്വഭാവം എന്താണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും ചീത്ത പറയലാണ്. ഉമർ ഇബ്നുൽ ഖത്താബിനെയും സിദ്ദീഖുൽ അക്ബറിനെയും ചീത്ത പറയുന്ന ഒരു അയൽവാസി. എനിക്കവരോട് കടുത്ത വെറുപ്പാണ്. എങ്ങനെ വെറുക്കാതിരിക്കും? മഹാന്മാരെ കുറ്റം പറയുന്നവനെ വെറുക്കാതിരിക്കാൻ പറ്റുമോ? ഈ വെറുപ്പന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ ഇവൻ മഹാന്മാരായ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞു. സഹിക്കാതായപ്പോ ഞാൻ കണ്ണടക്കി ഒന്നങ്ങ് കൊടുത്തു. അത് ഇന്ത്യ രാജ്യത്തല്ല. സഹിക്കാതെ ചിലപ്പോ എവിടുന്നും തെല്ലും ചെയ്തും പോവും. അത് പെട്ടെന്ന് വികാരം ഉണ്ടാകുന്നതാണ്, നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ല. സിദ്ദീഖുൽ അക്ബറിനെ ചീത്ത പറഞ്ഞപ്പോൾ ഒരൊറ്റ ഒന്ന് കൊടുത്തു. പക്ഷേ ഇവൻ തിരിച്ചെന്നെയും തല്ലി. എനിക്കും കിട്ടിയ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. രണ്ടും ഒരു സ്ഥലത്തെത്തിയില്ല. ഞാൻ എന്റെ വയ്ക്കും പോയി, അയാൾ വയ്ക്കും പോയി. എന്റെ മനസ്സിൽ ഇത് തന്നെ. എന്റെ ഈ അയൽവാസി പഹയൻ സിദ്ദീഖുൽ അക്ബർ ചീത്ത പറയുന്നതിൽ പഠിച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത പറയുന്നവല്ല പഠിച്ചവനെ. സഹിക്കാതെ ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം മുമ്പ് കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിന് വേദനയായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ പോയി മെല്ലെ കിടന്നു, ക്ഷീണത്തോടെ ഉറങ്ങിപ്പോയി. നല്ലോണം പകല് കിട്ടിയതുമല്ലേ അടി. വല്ലാത്ത ക്ഷീണത്തോടെ ഉറങ്ങിപ്പോയി. ഉറങ്ങുന്ന സമയത്ത് അതാ ഞാൻ പറഞ്ഞില്ല, സഹായം വേറെയുണ്ടോ.
إن تلقاه الأسد في عجمها تجيبي. ചൊല്ലിക്ക മദീനത്തേക്ക് ഒരു സ്വലാത്ത് റസൂലുള്ളാഹിന്റെ സഹായം നമുക്ക് ലഭിക്കട്ടെ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടാൽ അത് വേറെ ഒരാളല്ല, ജിന്നുകൾ ശൈത്താന്മാര് പലതിന്റെ രൂപത്തിൽ വന്ന് സ്വപ്നത്തിൽ മനുഷ്യനെ പറ്റിച്ചു കളയാൻ സാധ്യതയുണ്ട്. പല കള്ളത്തരീഖത്തുകാർക്കും പറ്റൽ അങ്ങനെയാണ്. ശൈഖിന്റെ കോലത്തിൽ ചിലപ്പോ ജിന്ന് വരും, നിനക്ക് ഉറക്കിൽ നിർദ്ദേശം തരും. നീ വിചാരിക്കും എന്റെ ശൈഖിന്റെ കറാബത്താണെന്ന്. അത് ചിലപ്പോ കള്ളത്തരീഖത്തുകാരന് ശൈഖിന്റെ കോലത്തിൽ വരുന്ന ജിന്നാണ് കേട്ടോ. മഗ്ഫിറത്തിലേക്ക് ഓടിച്ചെന്നോ, റബ്ബ് ദോഷം പൊറുക്കുന്നവനാണ്, അതിന് നല്ല കാര്യങ്ങളിലേക്ക് നീ ഓടിച്ചെന്നോ. അതേ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് ഓടിച്ചെന്നോ എന്നറിയിക്കുന്ന ആ ആയത്തോതി നബിതങ്ങൾ ഒരു ചെറിയ ഉപദേശം നൽകിയപ്പോൾ അറിയില്ലേ, ബദരീങ്ങളിൽപ്പെട്ട മഹാൻ من شهداء بدر الدار لسرى هم جند فضل وإحسان ومكرمتي هم سيد ملة المختار من مغرى എന്ന് നമ്മൾ പാടിപ്പുകയറ്റുന്ന ബദരീങ്ങളിലെ ബദർ ശുഹദാക്കളിലെ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് തലപൊക്കിപ്പോയി നബിയോട് സംശയം ചോദിച്ചു പോയി. നബിയേ, ജന്നത്തുൻ അർദുഹ അസ്സമാവാതു വൽ അർദു യാ റസൂലല്ലാഹ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം യജമാനനായ റബ്ബ് ഞങ്ങൾക്ക് തരുമോ നബിയേ? ചെറുപ്പക്കാരെ, സുബഹി ഖളാകാതെ നിസ്കരിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, വാളെടുത്തിറങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ജമാഅത്തിന് പരമാവധി പങ്കെടുക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ദിക്റും സലാത്തും ഖുർആനോത്തും വർദ്ധിപ്പിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഹറാം കൈയൊഴിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. യജമാനന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത്, യജമാനൻ തന്ന വായു ശ്വസിച്ചല്ലേ ജീവിക്കുന്നത്, യജമാനൻ തന്ന ആരോഗ്യത്തോടെയല്ലേ ജീവിക്കുന്നത്. പെണ്ണേ, നിന്റെ പരിഷ്കാരം വലിച്ചെറിഞ്ഞ് നീ തഖ്വ ചെയ്ത് ജീവിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അറിയില്ലേ നിനക്ക്, മാനസിക രോഗികൾ ഈ ടൗണിലൂടെ നടന്നു പോകുന്നവരില്ലേ, മാനസിക രോഗികൾ ഹോട്ടലിൽ നിന്ന് തിന്ന ജനങ്ങളുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അതാ മുനിസിപ്പാലിറ്റി തൊട്ടിയുടെ സമീപത്ത് ചെന്ന് അതെടുത്ത് വാരി തിന്നുന്ന മാനസിക രോഗികളില്ലേ, മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്ന വലിയ കോടീശ്വരന്മാരില്ലേ, ഒരിറ്റ് വെള്ളം കുടിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവര് വേറെ, മനസ്സിന് സ്വസ്ഥതയില്ലാത്തവര് വേറെ, സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും വെള്ളം കുടിക്കണ്ടെന്ന് റബ്ബ് തീരുമാനിച്ചതുകൊണ്ട് കുടിക്കാതെ രോഗവുമായി മല്ലടിക്കുന്നവര് വേറെ. ഇതൊന്നുമില്ലാതെ സാധുവായി എനിക്കും നിങ്ങൾക്കും റബ്ബ് ആരോഗ്യം തന്നില്ലേ, വെള്ളം തന്നില്ലേ, ഭക്ഷണം തന്നില്ലേ, എല്ലാ നിഅമത്തും തന്നില്ലേ. ആ നിഅമത്ത് ചെയ്ത റബ്ബിൽ 5 നേരം ഖളാകാതെ സുജൂദ് ചെയ്യാൻ, ആ നിഅമത്ത് ചെയ്ത റബ്ബിന്റെ ഖുർആൻ ഓതാൻ, ആ റബ്ബിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, ആ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, ആ റബ്ബിന്റെ ദീന് നശിപ്പിക്കുന്നവരെ എതിർക്കാൻ, ആ റബ്ബ് നമുക്ക് പഠിപ്പിച്ച ചിട്ടയിലായി ജീവിക്കാൻ മാത്രമല്ലേ സാധുവായ ഞാൻ എന്നോട് പറഞ്ഞുള്ളൂ, അതല്ലേ നിങ്ങളോട് പറഞ്ഞുള്ളൂ. എന്നാലും നോക്കൂ, നിങ്ങൾ വാളുമെടുത്തിറങ്ങിയ പാവപ്പെട്ട സഹാബത്ത് സ്വർഗത്തിൽ കടക്കാനാണല്ലോ, റസൂലുള്ളാഹിന്റെ കൂടെ സന്തോഷിക്കാനാണല്ലോ, അല്ലാഹുവിന്റെ റസൂല് സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോ പങ്കെടുക്കാനാണല്ലോ. ആ നിലക്ക് വന്ന സഹാബത്തിൽ ഉമൈർ ഇബ്നുൽ ഹുമാം തങ്ങൾ സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോൾ, പടച്ച റബ്ബിന്റെ മാപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ആവേശത്തോടെ ചോദിച്ചു പോയി, ജന്നത്തുൻ അർദുഹ അസ്സമാവാതു വൽ അർദു യാ റസൂലല്ലാഹ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ഈമാനിലും തഖ്വയിലുമായി ജീവിച്ച് മരിച്ചാൽ, നിന്റെ ദീനിന് പ്രവർത്തിച്ചാൽ, അതാ യജമാനനായ റബ്ബ് അവന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ തരുമോ നബിയേ?
ചോദ്യം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു, ജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തന്നെയാണ് വേറെ യജമാനനായ റബ്ബ് നൽകുന്നു. തങ്ങളെ കൽവിൽ സ്വർഗം നിറഞ്ഞുപോയി, സ്വർഗം നിറഞ്ഞുപോയി. നിൽക്കുന്ന സ്ഥലത്ത് ഉമൈർ എടുത്ത് ചാടിപ്പോയി. ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് ചാടിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ഹബലക അലാ ഹാദാ യാ ഉമൈർ, ഉമൈറേ എന്തേ നിന്നെ ചാടാൻ പ്രേരിപ്പിച്ചതെന്തേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മജ്ലിസ് വലിയ അദബ് കാണിക്കേണ്ട മജ്ലിസല്ലേ, അങ്ങയുടെ സ്ഥാനം അത്രയും വലുതല്ലേ, അവിടെ തുള്ളാനുള്ള സദസ്സല്ലല്ലോ. ഉമൈർ ഇബ്നുൽ ഹുമാം തങ്ങളോട് ചോദിക്കുമ്പോ ഉമൈറിന്റെ കണ്ണ് നിറഞ്ഞുപോയി, ഉമൈറിന്റെ മനസ്സ് പടച്ചുപോയി. ഉമൈർ ഇബ്നുൽ ഹുമാം തങ്ങൾ ആദ്യം തന്നെ പറയുന്നു, ലാ ലാ യാ റസൂലല്ലാഹ്. എന്തൊരു സ്നേഹത്തോടെയാണ് റസൂലുള്ളാഹിനെ വിളിച്ചത്, എന്തൊരാദരവോടെയാണ് വിളിച്ചത്. ലാ യാ റസൂലല്ലാഹ്. നബിയേ, കിബിറ് കൊണ്ട് തുള്ളിയതല്ല, അഹംഭാവം കൊണ്ട് ചാടിയതല്ല. അവിടുത്തെ മഹനീയ ഹദ്റത്തിൽ പാവപ്പെട്ട ഞാനെന്ത് തുള്ളാനാണ്, അവിടുത്തെ മഹനീയ സദസ്സിൽ ഞാനെങ്ങനെ ചാടാനാണ്? അങ്ങയുടെ മജ്‌ലിസിൽ ഞാൻ തുള്ളി അദബ് കേട് കാണിച്ചതല്ല നബിയേ, കിബിറ് കാണിച്ചതല്ല നബിയേ. അതേ സമയത്ത് എന്റെ കൽബിലേക്ക് ആകാശഭൂമികളുടെ വിസ്താരമുള്ള സ്വർഗം യജമാനനായ റബ്ബ് തരുമെന്നും മുൻകാലത്ത് കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ യജമാനനോട് മാപ്പ് പറയുമ്പോൾ, യജമാനന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുമ്പോൾ യജമാനൻ മാപ്പ് തരുമെന്ന് നമുക്ക് കേട്ടപ്പോൾ ഇല്ലാ റജാ അൻ നകൂന മിൻ അഹ്ലിഹാ യാ റസൂലല്ലാഹ്. ആ സ്വർഗത്തിന്റെ അവകാശികളെ കൂട്ടത്തിൽ പാവപ്പെട്ട ഉമൈറും പെടുമെന്ന് ഉമൈറിന്റെ മനസ്സിലങ്ങ് തോന്നിപ്പോയി നബിയേ. ഉമൈർ സ്വർഗത്തിൽ കാലെടുത്ത് വെക്കുന്ന സമയം ഉമൈറിന്റെ മനസ്സിലങ്ങ് തോന്നിപ്പോയി നബിയേ. ആ സ്വർഗത്തിൽ ഉമൈറങ്ങ് കടന്നതുപോലെ തോന്നി. ഉമൈർ സ്വർഗത്തിലെത്തിയ സന്തോഷം കൊണ്ട് തുള്ളിപ്പോയി നബിയേ. കിബിറ് കൊണ്ട് തുള്ളിയതല്ല, സ്വർഗത്തിലെത്താനുള്ള ആശ കൊണ്ട് തുള്ളിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അന്ത ബില്ലഹ്ലിഹാ, നീയാ സ്വർഗത്തിന്റെ അവകാശി തന്നെയാണ് ഉമൈറേ. സന്തോഷത്തിന്റെ ടിക്കറ്റ് കിട്ടിപ്പോയി. ഉമൈർ ഇബ്നുൽ ഹുമാം പ്രവർത്തനം നിർത്തിവെച്ചോ, എല്ലാവരും ബാഗിങ്ങെടുത്തു. ആ ബാഗിൽ കുറച്ച് കാരക്കയുണ്ടല്ലോ, ഓരോ കാരക്കകൾ വായിലേക്ക് കിട്ടു. കടല തിന്നുന്നതുപോലെ ഓരോ കാരക്ക വായിലിട്ട് തിന്നുന്നതിനിടയിൽ കാരക്കയും ബാഗും വലിച്ചൊരേറ് കൊടുത്തു. കരൾ സംഭാവന ചെയ്ത അതാ ഹംസ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു പോയി. കൈ സംഭാവന ചെയ്ത മുആദ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു പോയി. ഇമാം അബൂ ഹനീഫ തങ്ങൾ എത്തിപ്പോയി. ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, എല്ലാ മഹാന്മാരും വന്ന് പങ്കെടുത്തു പോയി. ഗൗസുൽ ആദം തങ്ങൾ എത്തിപ്പോയി. ഇമാമുൽ ഹറമൈനി തങ്ങൾ എത്തിപ്പോയി. സർവ്വ സാലിഹീകളും ആരിഫീകളും ഔലിയാക്കളും അഖ്വാബികളും എത്തിപ്പോയി. ഉദ്ഘാടനത്തിന്റെ സദസ്സൊരുങ്ങിപ്പോയി. ഏതാണോ ഉദ്ഘാടനം? സയ്യിദന്മാര് പള്ളി തുറക്കുമ്പോ, ആലിമീകൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോ തിക്കിത്തിരക്കി ചെന്ന മുമ്പിലേ ഉദ്ഘാടനം ഇതൊന്നുമല്ല. അതാ യജമാനനായ റബ്ബ് അടിമകൾക്ക് സമ്മാനം കൊടുക്കുന്ന സ്വർഗലോകമില്ലേ, അതിന്റെ ഉദ്ഘാടനത്തിന് നേതാവെത്തിപ്പോയി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബി വമിൻ അജമി. സർവ്വജിന്റെ
ജിന്നുകളും സർവ്വ മനുഷ്യരും സർവ്വ മലക്കുകളും എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന നേതാവെത്തിപ്പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. أنا أول من يحرك حلق الجنة ولا فخرا. ഇതിന്റെ മേലെ പവറില്ലടോ. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ഞാനാണ്. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് അല്ലാഹുവിന്റെ റസൂലെത്തിപ്പോയി. സർവ്വ സ്വാലീഹീങ്ങളും വന്നണഞ്ഞു പോയി. മുഅ്മിനേ, നിനക്ക് ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന സദസ്സിലൊന്ന് പങ്കെടുക്കണ്ടേ? മർക്കസിന്റെ സമ്മേളനത്തിന് വളണ്ടിയർമാരായവർ, മർക്കസ് എന്ന സ്ഥാപനത്തെ സഹായിച്ചവർ, റബ്ബിന്റെ ദീനിനെ സഹായിച്ചവർ, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചവർ, പണ്ഡിതന്മാർക്ക് പ്രചോദനം നൽകിയവർ, സാദാത്തീകളെ സ്നേഹിച്ചവർ, മുതഅല്ലിമീങ്ങളെ സഹായിച്ചവർ, യതീം കുട്ടികളെ സംരക്ഷിച്ചവർ, റബ്ബിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്തവർ, സ്ഥാനമാനത്തിനു വേണ്ടിയല്ല, ദുനിയാവിലെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, യജമാനന്റെ റബ്ബിന്റെ യജമാനനായ റബ്ബിന്റെ ഹദ്റത്തിൽ സ്വർഗം പ്രതിഫലം നൽകുമ്പോൾ അവിടെ ഒന്ന് പോയി പങ്കെടുക്കാൻ ആശിച്ചവർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട കാലെടുത്ത് വെച്ചു പോയി. സാലിഹീങ്ങളൊക്കെ അങ്ങോട്ട് കടന്നുപോയി. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനേ, അൽമറു മഅമൻ അഹബ്ബാ, മനുഷ്യൻ സ്നേഹിച്ചവന്റെ കൂടെയാണെന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? അവരെല്ലാം അങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ സാലിഹീങ്ങളെല്ലാം കയറിക്കഴിഞ്ഞു. നമുക്ക് രണ്ടക്ഷരം പഠിപ്പിച്ചു തന്ന ഉസ്താദുമാര് മുമ്പിലങ്ങ് നടന്നു. ആ ഇൽമ നമുക്ക് പകർന്നു തന്ന ഉസ്താദുമാർ, അവരുടെ ഗുരുനാഥന്മാർ, അവരെല്ലാം മുന്നിലങ്ങ് നടന്നു. പിന്നിലൂടെ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആലിമീങ്ങൾ നടക്കുമ്പോ പിന്നിൽ അവരുടെ ചെരിപ്പ് പിടിച്ചു നടക്കാൻ ആശിക്കുന്ന നമുക്ക് അവരെല്ലാം ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുമ്പോൾ അവരെ പിന്നാലെ നമുക്ക് വന്ന് കയറട്ടെ. അവരെ ബഹുമാനിക്കാത്തവര്, അവരെ സ്നേഹിക്കാത്തവര് കൂട്ടുപിടിച്ച് നടന്നാൽ അവരെ പിന്നാലെ പോകാനൊക്കുമോ? ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനൊക്കുമോ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സാലിഹീകളുടെ കാൽപ്പാട് പിന്തുടർന്ന് ജീവിക്കാൻ സാധുവായ നീയും ഞാനും ആലോചിക്കണം. മരണത്തിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. ജീവിതം അവസാനിക്കാത്ത ജീവിതത്തിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. യജമാനനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. യജമാനനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈ സ്ഥാപനവുമായി സഹായിച്ചവർ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ, ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ, ഇവിടെ പഠിച്ചവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീകളും മരിച്ചു പോയിട്ടുണ്ട്. അവരെ പേരിൽ അല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലണം. നമുക്ക് ആ ദിക്റ് ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൽപ്പം സ്വലാത്ത് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ചൊല്ലണം. എന്നിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മജ്ലിസിലുള്ള നിങ്ങൾ ആമീൻ പറയുമെന്ന പ്രതീക്ഷയോടെ കാര്യമായൊരു വിഷയം റബ്ബ് എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബ് ഇജാബത്ത് തരുന്ന റബ്ബാണ്, അവൻ മുജീബാണ്. ആ റബ്ബിനോട് കാര്യവും ശരിപ്പെടുത്തി തരാൻ വേണ്ടി പറയണം. മറ്റൊരുപാട് കാര്യങ്ങൾ പലരുടേതും പറയണം. നമ്മുടെ അസാധ്യതത്തിന്, നമ്മുടെ സാദാത്തികൾക്ക്, നേതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെ തണലിൽ ഒരുപാട് കാലം പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെയും ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി അഫ്ദലിൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദ് ചൊല്ലണം. സ്വലാത്തും ചൊല്ലണം. പോരാ,
ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പ്രത്യേകം പറഞ്ഞു, സദസ്സിൽ നിന്ന് നല്ല ഒരു പിരിവെടുക്കണം, കാര്യമായി പിരിവൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപാട് ചെലവുകൾ യതീം കുട്ടികളുടേതെടുത്ത് ഈ ട്യൂബ് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കാതെ നമ്മുടെ മജ്‌ലിസുകളിൽ നിന്ന് പിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മജ്‌ലിസിന്റെ ചെലവുകളൊക്കെയും ഇവിടെ ഉണ്ടാക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ദുആ റബ്ബ് ഇജാബത്ത് തരുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോ. ഇജാബത്ത് തന്ന റബ്ബ് ഇനിയും ഇജാബത്ത് തരുന്നവൻ തന്നെ. അവന്റെ സാലിഹീങ്ങളെ മദ്ഹ് പറഞ്ഞ നമ്മുടെ നാവ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ നമ്മുടെ നാവ്, ബദരീങ്ങളെ പറ്റി പറഞ്ഞ നമ്മുടെ നാവ്, നമ്മളെ നാവ് ഒരുപാട് ദോഷം ചെയ്തതാണെങ്കിലും ഇപ്പോൾ അവസാനം മഹാന്മാരെ മദ്ഹ് പറഞ്ഞ നാവല്ലേ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നാവല്ലേ, വല്ലാത്ത വെയിറ്റുള്ള കലിമത്തു തൗഹീദ് ചൊല്ലുന്ന നാവല്ലേ. ആ നാവ് കൊണ്ട് ആമീൻ പറഞ്ഞാൽ, ആ നാവ് കൊണ്ട് റബ്ബിനോടൊന്ന് ചോദിച്ചാൽ യജമാനനായ റബ്ബ് സാധുക്കളായ നമ്മെ മടക്കുമോ? മടക്കില്ല എന്ന് ഉറപ്പിച്ച് ചോദിച്ചോ. ഇജാബത്ത് റബ്ബ് തരും. ദുആ കഴിഞ്ഞിട്ടല്ലാതെ ആരും പോകരുതെന്ന് ഉണർത്തുന്നു. നിങ്ങളാൽ ഈ സമയത്ത് സാധുവായ എന്റെ കയ്യിലേക്ക് തങ്ങളവர்கள் ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവര്, ഇപ്പോൾ ആരോഗ്യം കുറവാണല്ലോ, ബുദ്ധിമുട്ടിക്കുന്നില്ല. സാധുവായ എന്റെ കയ്യിലേക്ക് സദഖകൾ കൊണ്ടുവന്ന് തരണം. ബഹുമാനപ്പെട്ടവര് ബറക്കത്തിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെയും സഹായിക്കണം, സഹകരിക്കണം. മർകസു സഖാഫത്ത് സുന്നിയ, അത് ആലിമീങ്ങളെ വളർത്താനുള്ളതാണ്.